എനിക്ക് പ്രസവിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ പ്രസവിക്കോ എന്ന് ഞാൻ അവിടെ പറഞ്ഞില്ല. ഒരു മിനിറ്റ്, കഴിഞ്ഞ കുറെ ദിവസങ്ങളിലായിട്ട് ഇവൻ തന്നെ പറഞ്ഞുകൊണ്ട് നടക്കുന്ന കുറെ കാര്യങ്ങളുണ്ട്, ഒന്ന് കണ്ടുനോക്കി. ആണ്, സത്യമായിട്ട് ഞാൻ പ്രഗ്നന്റ് ആണ്. സീരിയസ്ലി, ഞാൻ നോണ പറയുന്നല്ല, സീരിയസ്ലി. നിങ്ങൾ, ഞാൻ വെറുതെ പറയാ, ഫേക്ക് അല്ല അത്. ഞാൻ ഇത് അതുകൊണ്ടാണ് സാരി എടുത്തു വന്നത്. ഞാൻ ചുരിദാറിൽ ഇടാറ്. സാരി എടുത്ത് വന്നത് എന്താ, അത് മറച്ചു വെക്കാൻ വേണ്ടിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ വയറ് കാണില്ല. നിനക്ക് പ്രസവിക്കാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനാ നീ ഇങ്ങനെ ഗർഭിണിയാണെന്നും പറഞ്ഞ ആളുകളെ പറ്റിച്ച് നടക്കുന്നത്? ചുരിദാർ ഇട്ടാല് വയറ് കാണും. സീരിയസ് ആയിട്ട് പറയാണ്, ഞാൻ ഗർഭിണിയാണ്, പ്രഗ്നന്റ് ആണ്, ഞാൻ ടെസ്റ്റിന് വന്നതാണ്, ചെക്കപ്പിന് വന്നതാണ്, ക്ഷീണിതനാണെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരുപാട് വീഡിയോകൾ ചെയ്തിട്ടുണ്ട്. എന്തിനാണ് ഇങ്ങനെ ആളുകളെ പറ്റിച്ച് ആണുങ്ങളെയും പെണ്ണുങ്ങളെയും മുഴുവൻ ഊമ്പിച്ച് നടക്കുന്നത്? നിനക്ക് വേറെ എന്തെങ്കിലും പണിക്ക് പോക്കൂടെ? ഞാൻ അമ്മയാവാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ ഞാൻ ചെറിയ സറോഗസി വഴിയായിരിക്കാം, അല്ലെങ്കിൽ ഞാനൊരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്തിട്ടായിരിക്കാം. എന്റെ കുട്ടീനെ അഡോപ്റ്റ് ചെയ്താന്നുള്ളത് എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഞാൻ ഒരു കുട്ടീനെ അഡോപ്റ്റ് ചെയ്യുകയാണെങ്കിലും ഞാൻ പറയുന്നത് ഞാൻ ഒരു അമ്മയാവാൻ പോകുന്നു. ദത്തെടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ദത്തെടുത്താ പോലെ. അതിനെന്തിനാ ഞാൻ പ്രഗ്നന്റ് ആണെന്ന് പറഞ്ഞിട്ട് ആളുകളെ ഊമ്പിച്ച് നടക്കുന്നത്? എത്രയോ പെണ്ണുങ്ങളുണ്ട് ഒരു കുഞ്ഞിക്കാല് പോലും കാണാൻ ഭാഗ്യം കിട്ടാതെ ചികിത്സ കൊണ്ടും മന്ത്രം കൊണ്ടും മരുന്ന് കൊണ്ടും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും ഒരു ഫലം കിട്ടാതെ കഷ്ടപ്പെടുന്ന ആളുകൾ. അവർക്കിടയിൽ ഇവന് ഈ നോണയും പറഞ്ഞ ആളുകളെ പറ്റിച്ചിട്ട് ശാസ്ത്രലോകത്തിനെ വരെ പറ്റിച്ചിട്ട് ഊമ്പിച്ച് നടക്കുക. നമ്മൾ ഇവന്റെ വീഡിയോകൾ ചെയ്യണ്ടെന്ന് വിചാരിച്ച് നിൽക്കുന്നതാ. എത്രയോ ട്രാൻസ്ജെൻഡേഴ്സ് വളരെ അന്തസ്സായിട്ട് ജീവിക്കുന്നുണ്ട്, ആളുകളെ പറ്റിച്ചിട്ട് ജീവിക്കുന്നില്ല. ഇവൻ ഈ സമൂഹത്തിൽ നാടിനെയും നാട്ടുകാരെയും വീടിനെയും വീട്ടുകാരെയും ഈ ആണുങ്ങളെയും പെണ്ണുങ്ങളെയും എല്ലാവരെയും പറ്റിച്ച് നടക്കുക. എന്തിനാ അങ്ങനെ നുണ പറഞ്ഞു നടക്കുന്നത്? വൃത്തികെട്ടവൻ.